പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹരിതം ബുക്സിൻ്റെ 26ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. ഏറെക്കുറെ 4000-ഓളം പുസ്തകങ്ങൾ ഞങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചു. തീർച്ചയായും ഈ പുസ്തകവും പുതിയ വർഷത്തിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം എന്നുള്ള അർത്ഥത്തിലും നല്ല ചെറുകഥകൾ എന്നുള്ള അർത്ഥത്തിലും ഞങ്ങൾ ഏറെ പ്രചോദിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് അജയൻ നൂർനാടിൻ്റെ ജക്കോയ് എന്ന് പറഞ്ഞ പുസ്തകം. പേരിൽ തന്നെ വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു പുസ്തകമാണിത്. ആസാമുമായി ബന്ധപ്പെട്ട ഈസ്റ്റേൺ റീജിയനുമായിട്ട് ബന്ധപ്പെട്ട മത്സ്യ തൊഴിലാളികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് ഈ പുസ്തകത്തിന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പുസ്തകം പകുതി ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു കണക്കൂട്ടലെന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. തീർച്ചയായും ഇന്നത്തെ നമ്മുടെ പുസ്തകം പ്രകാശിപ്പിക്കുന്നത് ശ്രീ വിൻസെൻ്റ് MLA ആണ്. അദ്ദേഹത്തെ നിങ്ങളെ പരിചയപ്പെടുത്താൻ മാത്രമുള്ളൊരു ദാർഷ്ട്യമോ വിഡ്ഢിത്തമോ എനിക്കില്ല. ഒരു സാധാരണ MLA എന്നുള്ള അർത്ഥത്തിൽ നിന്ന് ഒരു പൊരുതലിൻ്റെ വക്താവായിട്ട് കൂടിയാണ് ഞങ്ങൾ കോഴിക്കോടാണ്, കോഴിക്കോട്ടുകാരൊക്കെ അദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ പൊരുതുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും സാഹിത്യത്തിൻ്റെ മേഖലയിലേക്ക് വന്നുകൊണ്ട് ഒരു പുസ്തകം പ്രകാശിപ്പിക്കുന്നതിൻ്റെ സന്തോഷം അറിയിക്കുന്നു. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രണ്ടാമതായി അബുരാജാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. അബുരാജിനെ വ്യക്തിപരമായി 10, 25, 30 കൊല്ലത്തെ ബന്ധം എനിക്ക് അബുരാജുമായുമുണ്ട്. അബുരാജിനോടും ഒരു പുസ്തകം ഞാൻ പലതവണ ആവശ്യപ്പെട്ടിട്ട് തരാതിരിക്കുന്ന ഒരാൾ കൂടിയാണ് അബുരാജ്. അപ്പം അബുരാജിനെയും ഈ വേദിയിലേക്ക് ഞാൻ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് രേഖ ആർ താങ്കളാണ്. രേഖയുടെ പുസ്തകങ്ങൾ ഞങ്ങളൊരു 3-4 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. കവിതകളുണ്ടായിരുന്നു, ബാലസാഹിത്യമുണ്ട്. രേഖയുടെ പുസ്തകങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു അനുഭവം കൂടിയാണ് രേഖയുടെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് മനോജ് C. ശേഖറാണ്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഏറെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹ്റൈനിൽ നിന്ന് നമുക്കൊരു അതിഥി എത്തിയിട്ടുണ്ട്. മോഹൻ OICCയുടെ അവിടുത്തെ നേതാവാണ്, ആലപ്പുഴയുടെ നേതാവാണ്. മോഹനെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൻ്റെ പരിപാടികളുടെ അധ്യക്ഷത വഹിക്കാൻ വേണ്ടി മനോജ് C. ശേഖരെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ഒരു സ്വാഗതത്തിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്നു. അദ്ദേഹം ഔപചാരികമായി സ്വാഗതം ഇവിടെ ആശംസിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട ശ്രീ അജയൻ സാറിൻ്റെ 4ാമത് ചെറുകഥാ സമാഹാരമാണ് ജക്കോയ്. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ആ പുസ്തകത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ ശ്രീ അഭിരാജ് സാർ അടക്കമുള്ള ആളുകൾ സംസാരിക്കും എന്നതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. വേദിയിൽ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്രീ M. വിൽസൻ്റ് MLA ആണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഞങ്ങളുടെ തന്നെ നാട്ടുകാരനും ബഹുമാന്യമായ സൈറ്റിയുടെ ഡയറക്ടർ കൂടിയായ ശ്രീ അഭിരാജ് സാറാണ്. പുസ്തക പരിചയം നടത്തുന്നത് കവയിത്രി രേഖാർ താങ്കളാണ്. പുസ്തകത്തെക്കുറിച്ചും ഗ്രന്ഥകാരൻ കൂടിയായ ശ്രീ അജയൻ സാറൻ മറുവാക്ക് സംസാരിക്കുന്നു. തീർച്ചയായിട്ടും ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആഖ്യാനങ്ങളാണ്. അത്തരത്തിലൊരു വിശേഷണത്തിന് അർഹനായ വ്യക്തിത്വമാണ് ശ്രീ അജയൻ നൂർനാട്. അദ്ദേഹം ബാല്യകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു നാടകത്തിലൂടെ രംഗപ്രവേശനം ചെയ്ത് സ്കൂളിലും പഠനകാലങ്ങളിലും
നാടക നടനായി രംഗപ്രവേശനം ചെയ്ത് അതിനുശേഷം കുറച്ചു കാലങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം ഞങ്ങളുടെ നാട് നൂറനാടാണ്, ഓണാട്ടുകരയുടെ ഭാഗമാണ്. പടനിലം എന്ന് പറയുന്നത് പടയോട്ടങ്ങളുടെ ഭൂമിയാണ്. പക്ഷേ ആ നാടിനൊരു പ്രത്യേകതയുള്ളത് വളരെയധികം എഴുത്തുകാരും പ്രത്യേകിച്ചും 80കളിലെയും 90കളിലെയും അമേച്ചർ നാടകങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അവിടെ പ്രതിഭ യുവവേദി എന്ന് പറയുന്ന സംഘടന ഒരുപാട് നാടകങ്ങൾ ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. അതിലെ ഒരു പ്രധാന നടനായി തുടങ്ങി, നാടക രചയിതാവായി, പിന്നീട് ജീവിതത്തിൻ്റെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അഭിനയം നടത്തിയാൽ കുടുംബത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ അദ്ദേഹം ഗവൺമെൻറ് അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി ദേവസ്വം ബോർഡിലെ ഒരു ഉദ്യോഗസ്ഥനായി മാറി. അഭിനയത്തിനൊരു 22 വയസ്സിൽ അഭിനയം അവിടെ സ്റ്റോപ്പ് ചെയ്ത് തിരുവനന്തപുരത്തേക്ക് മാറുകയും തിരുവനന്തപുരത്തിൻ്റെ സാംസ്കാരിക രംഗത്ത് അദ്ദേഹം നിലയുറപ്പിച്ച് ദീർഘകാലം തിരുവനന്തപുരവുമായുള്ള ആ ബന്ധത്തിൽ അദ്ദേഹം പിന്നീട് സിനിമകളിലും ടെലിവിഷൻ സീരിയലുകളിലുമൊക്കെ ഒരു ചെറിയ അഭിനേതാവൊക്കെയായി രംഗപ്രവേശനം ചെയ്ത് പിന്നീട് അതിൽ നിന്നും മാറി അദ്ദേഹം പൂർണ്ണമായും ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായി മാറി നിന്നുകൊണ്ട് പിന്നീട് ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് മാറി. അങ്ങനെ പല വേഷങ്ങളിലേക്ക് മാറി. പിന്നെ അദ്ദേഹം മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തകനായി വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുത്തതിന് ശേഷമാണ് അദ്ദേഹം എഴുത്തിൻ്റെ വഴിയിലേക്ക് പൂർണ്ണമായി മാറുന്നത്. അതാ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള ജീവിതത്തിൻ്റെ കാലഘട്ടം എടുത്താൽ ഓരോരോ ആഖ്യാനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ചെറുകഥാ സമാഹാരമാണ് മക്കിക്കല്ലും കുരിയാറ്റയും ശമനിയും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഹരിതം ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ചെറുകഥാ സമാഹാരമായ ജക്കോയിയാണ്. തീർച്ചയായിട്ടും എഴുത്തിൻ്റെ വഴിയിൽ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കൈവച്ച മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പ് പതിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞങ്ങളുടെ നാടിൻ്റെ അതോടൊപ്പം തന്നെ ഓണാട്ടുകരയുടെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന ഒരു കഥാകാരനായി അദ്ദേഹം മാറിയിട്ടുണ്ട്. അദ്ദേഹം കൂടുതൽ ഇനിയും എഴുതട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഔപചാരികമായി ഈ ചടങ്ങ് നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യായ ശ്രീ എം വിൽസൺ MLA ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ അബുരാജ് സാറാണ്. ബഹുമാന്യനായ അധ്യക്ഷനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ശ്രീ മനോജ് ശേഖർ, നമുക്കെല്ലാം സ്വാഗതം ആശംസിച്ച ഈ പുസ്തകത്തിൻ്റെ പ്രസാധകൻ കൂടിയായിട്ടുള്ള ശ്രീ പ്രതാപൻ തായാട്ട്, ഏറെ ബഹുമാന്യനായിട്ടുള്ള ഈ പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ B. അബുരാജ്, പുസ്തകം പരിചയപ്പെടുത്തുന്ന കവയിത്രി കൂടിയായിട്ടുള്ള രേഖ R. താങ്കൾ, ഏറെ പ്രിയങ്കരനായ സുഹൃത്തും ബഹ്റൈൻ OICC നേതാവുമായിട്ടുള്ള ശ്രീ മോഹനൻ നായർ, ഇവിടെ സന്നിഹിതനായിട്ടുള്ള ജക്കോയുടെ കഥാകാരൻ പ്രിയപ്പെട്ട നൂറനാട് അജയൻ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ വർഷത്തെ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി 9 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാനുള്ള ഒരു അവസരമോ ഭാഗ്യമോ
സിദ്ധിച്ച ഒരാളാണ്. ഇത് 9ാമത്തെ പുസ്തകമാണ് റിലീസ് ചെയ്യുന്നത്. 3 തവണയായിട്ടാണ് 9 പുസ്തകങ്ങൾ ഈ വേദിയിൽ പ്രകാശനം ചെയ്തിട്ടുള്ളത്. ശ്രീ നൂർനാട് അജയനെക്കുറിച്ച് മനോജ് ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും വ്യാപരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റേത്. കലാകാരനാണ്, സാഹിത്യകാരനാണ്, പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, പിന്നെ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ്. 25ഓളം നാടകങ്ങളിലെ നായക കഥാപാത്രമായി അഭിനയിച്ച വ്യക്തിത്വമാണ് ശ്രീ നൂർനാട് അജയൻ. ജീവിതത്തിലെ നായകനാവാൻ അദ്ദേഹം പിന്നീട് അഭിനയം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അദ്ദേഹം ചലച്ചിത്ര സീരിയൽ രംഗങ്ങളിലും അഭിനയ രംഗത്തുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനം, സജീവമായ രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തി വന്ന വ്യക്തിത്വമാണ്. വാസ്തവത്തിൽ സാഹിത്യവുമായി യാതൊരു ബന്ധമില്ലാത്തയാളും പൊതുപ്രവർത്തകരോ രാഷ്ട്രീയ പ്രവർത്തകരോ ആയി മാറിയാൽ അനുഭവങ്ങൾ നിന്ന് നന്നായി എഴുതാൻ അവർക്ക് സാധിക്കും എന്നുള്ളതാണ് ഒരു വസ്തുത. മനോജൊക്കെ വിചാരിച്ചാൽ എന്തെല്ലാം എഴുതാൻ പറ്റും. ഹാസ്യ സാഹിത്യവും എഴുതാൻ പറ്റും. എല്ലാം രാഷ്ട്രീയ രംഗത്തുള്ള അദ്ദേഹം പരിചയപ്പെട്ട നേതാക്കന്മാരും അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും എല്ലാം എഴുതാൻ പറ്റും. ഞാനിവിടെ സമയം കുറവാണ്, ഇവിടെ ഡിജിറ്റൽ ഡിസ്പ്ലേ കാണിക്കുന്നതുകൊണ്ട് ഞാൻ സാധാരണ ഒരു പ്രസംഗം നടത്തുന്നത് പോലെ വിശദമായി കടന്നു പോകാൻ ആഗ്രഹിക്കുന്നില്ല. 22 കഥകൾ അടങ്ങിയ ജക്കോയ് ശ്രീ അജയൻ്റെ ബാല്യ കൗമാര യൗവന കാലത്ത് അദ്ദേഹത്തിന് അനുഭവിക്കാനും കാണാനും കഴിഞ്ഞിട്ടുള്ള പല യാഥാർത്ഥ്യങ്ങളെയും കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിലെ കഥകൾ അദ്ദേഹം രചിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കഥയ്ക്ക് യാഥാർത്ഥ്യത്തിൻ്റെ കഥ എന്ന ഒരു സാഹിത്യ തലത്തിൽ നിന്ന് മുകളിലേക്ക് വന്ന് ഒരു യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിൽ കൂടി വളരുന്ന, രൂപം പ്രാപിച്ചു വളരുന്ന കഥകളായിട്ടാണ് നമുക്ക് ഇതിനെ കാണാൻ കഴിയുന്നത്. അതിൽ കാലികമായി ഞങ്ങളെല്ലാം ആകർഷിക്കുന്ന ഒരു കാര്യം മാത്രം പറയാം. അത് കൂറുമാറ്റം എന്നൊരു കഥ ഇതിനകത്തുണ്ട്. കൂറുമാറ്റം ഇന്ന് വളരെ പ്രസക്തമായി ചർച്ച ചെയ്യുന്ന ഒന്നാണ് രാഷ്ട്രീയത്തിലെ കൂറുമാറ്റം. കൂറുമാറ്റത്തിന് നിയന്ത്രിക്കാൻ നിയമങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും കൂറുമാറ്റ നിയമത്തിൻ്റെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തന്നെ കൂറുമാറ്റം അഭംഗുരം നമ്മുടെ നാട്ടിൽ തുടരുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. ഒരു കൂറുമാറ്റ നിയമത്തിൻ്റെ ലൂപ്പ് ഹോൾ കണ്ടുപിടിച്ചുകൊണ്ട് അതുവഴി എങ്ങനെ കൂറുമാറ്റം നടത്താം എന്ന് പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ ജനാധിപത്യത്തെ സംബന്ധിച്ച് ഉയരുന്ന ഏറ്റവും സുപ്രധാനമായ വെല്ലുവിളിയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം. ആ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ കൃത്യത, അതിലെ കൃത്രിമം, ഇതെല്ലാം ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലയളവാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കൂറുമാറ്റം എന്ന കഥ, അദ്ദേഹം ആ കഥയിൽ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൻ്റെ സാധുതയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ആ കഥ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുക. അപ്പോൾ കാലികമായിട്ടുള്ള പ്രസക്തി ഇതിലെ പല കഥകളും മനുഷ്യബന്ധങ്ങളെ പണം എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്, പണത്തിൻ്റെ സ്വാധീനത്തിൽപ്പെട്ട് മനുഷ്യബന്ധങ്ങൾ എത്രമാത്രം ശിഥിലമാകുന്നുണ്ട് എന്ന ജീവിതഗന്ധിയായിട്ടുള്ള പല കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ ഈ കഥകളിൽ പലതിലും ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ അദ്ദേഹത്തിൻ്റെ ജെറി കോട്ടേജ് അല്ലേ ഒരു കഥ, ജെറി കോട്ടേജിൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള പല സന്ദർഭങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ കഥയിലും സമ്പത്ത്, വിശ്വസിച്ച ആളുകൾ സമ്പത്ത് സമ്പാദിക്കാൻ വേണ്ടി ചതിക്കുന്ന ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നവർ നമ്മളെ ചതിച്ചുകൊണ്ട് നമ്മളെ തന്നെ വിഴുങ്ങി വഴിയാധാരമാക്കുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളുടെ ഉള്ള എല്ലാ പേരുടെയും ഒരു പ്രതിനിധിയായി തന്നെ ഈ ജെറി കോട്ടേജിലെ നായകൻ അലക്സ് അല്ല, അലക്സ് എന്ന് പറയുന്ന ആളാണ് ഇത് പറ്റിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ
ആ കഥയും നമുക്ക് മനസ്സിലാക്കാൻ. അപ്പം അങ്ങനെ ജീവിതഗന്ധിയായിട്ടുള്ള ഇന്ന് വർത്തമാനകാലത്ത് നമ്മൾ അനുഭവിക്കുന്ന മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ കഥകളിൽ പലതും അദ്ദേഹം പ്രതിഫലിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും വളരെ മനോഹരവും ജീവിതഗന്ധിയുമായി വർത്തമാനകാല സംഭവവികാസങ്ങളെല്ലാം കടന്നു വരുന്ന 22 കഥകളാണ് ജക്കോയ്. ഈ കഥകൾ നിങ്ങളെല്ലാവരും വായിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രകാശനം നിർവഹിച്ചതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകത്തെക്കുറിച്ച് പ്രിയപ്പെട്ട ശ്രീ അഭിരാജ് ഷാ സാറ് സംസാരിക്കും. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദീർഘമായി സംസാരിക്കാനുള്ളൊരു സാഹചര്യവും ഇവിടെ ഇല്ല എന്ന് മാത്രമല്ല, കഥയെ സംബന്ധിച്ച് ഉദ്ഘാടകൻ ഈ പുസ്തകം മുഴുവൻ വായിച്ചു എന്ന് നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്ന രൂപത്തിൽ വളരെ മനോഹരമായി പറയുകയുണ്ടായി. അതിന് അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അജയൻ ചേട്ടൻ ഞങ്ങളുടെയൊക്കെ വളരെ പ്രിയങ്കരനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. എൻ്റെയൊക്കെ കോളേജ് കാലം മുതൽ, അതായത് പ്രീ ഡിഗ്രി കാലം മുതൽ അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്നത് മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുമാത്രമല്ല, ഈ മുമ്പിലിരിക്കുന്ന ഓഡിയൻസ് എന്ന് പറയുന്നത് എല്ലാം വളരെ പ്രധാനപ്പെട്ട മനുഷ്യരാണ്. വ്യക്തിപരമായി എനിക്ക് ഹൃദയബന്ധമുള്ള ആളുകളാണ്. എൻ്റെ പ്രിൻസിപ്പലായിരുന്ന അരവിന്ദാക്ഷൻ സാറ്, അദ്ദേഹമാണ് എനിക്ക് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ അഡ്മിഷൻ തരുന്നത്. പിന്നെ പ്രിയങ്കരനായ കെ ഉണ്ട് ഞങ്ങളുടെ. അദ്ദേഹം എന്താ പറയുന്നത്, സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രായവും എൻ്റെ പ്രായവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ കെ ഈ രാജ്യത്തുള്ള മുഴുവൻ കുട്ടികളുടെയും സുഹൃത്താണ് അങ്ങനെയുള്ള കെ. പിന്നെ എൻ്റെ സഹപ്രവർത്തകനായിരുന്ന ജോബി, അങ്ങനെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും വ്യക്തിപരമായിട്ട് എനിക്കറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് അവരുടെ എല്ലാം കൂട്ടത്തിലൊരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ചും എൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള അജയൻ ചേട്ടൻ്റെ, പണ്ട് ഞങ്ങൾ ആദ്യം അജയൻ മാമൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കാരണം എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്ന പ്രമോദ് നാരായണൻ, ഇപ്പോഴത്തെ റാന്നി MLA, അദ്ദേഹത്തിൻ്റെ മാമനാണ്. അപ്പോൾ പ്രമോദ് അജയൻ മാമൻ എന്ന് വിളിച്ച് ഞങ്ങളെല്ലാം അജയൻ മാമൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ആളാണ്. ഒരു സുപ്രഭാതത്തിൽ, അന്ന് അദ്ദേഹം ദേവസ്വം ബോർഡിലെ ജീവനക്കാരനും നടനും അഭിനേതാവും ഒക്കെയാണ് അന്ന് തന്നെ, ഏതാണ്ട് 90കളിൽ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് എല്ലാം റിട്ടയർ ചെയ്തതിന് ശേഷം പെട്ടെന്ന് എഴുത്തുകാരനായി മാറി. അത് ആ പ്രദേശത്തിൻ്റെ പ്രത്യേകത മനോജ് പറഞ്ഞു. അവിടെ പിന്നെ ഈ പടനിലം എന്ന് പറയുന്ന പ്രദേശം, പ്രത്യേകിച്ച് ഓണാട്ടുകര എന്ന് പറയുന്ന പ്രദേശം ഭയങ്കര സാംസ്കാരികമായ സമ്പന്നമായൊരു പ്രദേശമാണ്. വളരെ പിന്നെ പഴയ കാലം മുതൽ, ഏതാണ്ട് ഒരു 19-ാം നൂറ്റാണ്ട് മുതൽ തന്നെ സമ്പന്നമായൊരു സാംസ്കാരിക പാരമ്പര്യം ഉൾക്കൊള്ളുന്നൊരു പ്രദേശമാണ്. വ്യത്യസ്തമായ പിന്നെ സാംസ്കാരിക ധാരകളുള്ള ഒരു പ്രദേശമാണ്. ബൗദ്ധ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം ഒരു സാംസ്കാരിക ജനിതകം ഇങ്ങനെ അവകാശപ്പെടാവുന്ന ഒരാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ സർഗാത്മകമായി ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളുണ്ട്. വ്യത്യസ്തമായ രൂപത്തിൽ സംഭാവന നൽകിയിട്ടുള്ള VP ശിവകുമാറിനെ പോലെയുള്ള എഴുത്തുകാർ അവിടെ നിന്നുള്ളവരാണ്. നരേന്ദ്രപ്രസാദ് സാറിനെ പോലുള്ള ആളുകൾ അതിൻ്റെ ഹൃദയഭൂമിയിൽ നിന്നുള്ളവരാണ്. തോപ്പിൽ ബാസി അവിടെ നിന്നുള്ള ആളാണ്. NB ചെല്ലപ്പൻ നായർ അവിടെ നിന്നുള്ള ആളാണ്. അങ്ങനെ എടുത്തു പറയാൻ കാർട്ടൂണിസ്റ്റ് ശങ്കർ അവിടെ നിന്നുള്ള ആളാണ്. കാർട്ടൂണിസ്റ്റ് യേശുദാസൻ അവിടെ നിന്നുള്ള ആളാണ്. ചിത്രമെഴുത്ത് PM വർഗീസ് അവിടെ നിന്നുള്ള ആളാണ്. പാറപ്പുറം KE മത്തായി അവിടെ നിന്നുള്ള ആളാണ്. ഇങ്ങനെ പിന്നെ നിന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പറയാൻ കഴിയുന്ന വളരെ പ്രശസ്തരായിട്ടുള്ള ആളുകളാണ്. എന്ന് മാത്രമല്ല, പണ്ട് നമ്മളിങ്ങനെ തമാശയായിട്ട് പറയും, ഈ കൽക്കട്ടയിൽ പോയി കഴിഞ്ഞാൽ തട്ടി വീഴുന്ന ഏതെങ്കിലും ബാനർജിയും ചാറ്റർജിയും അലർജിയും എല്ലാം ഇപ്പോൾ പണിക്കർ സാറിൻ്റെ ഭാഷയിൽ ഒരു എഴുത്തുകാരനോ നാടകക്കാരനോ ഒക്കെ ആയിരിക്കും എന്ന് പറയുന്നത് പോലെയാണ് ഈ പടനില ഓണാട്ടുകര പ്രദേശം. തട്ടി വീഴുന്ന ഏതെങ്കിലും ഒരു എഴുത്തുകാരനായിരിക്കും, അപ്പോൾ അങ്ങനെയുള്ള, അല്ലെങ്കിൽ ഒരു നാടക പ്രവർത്തകനായിരിക്കും. അപ്പോൾ ആ ഒരു സാംസ്കാരിക ജനിതകത്തിൻ്റെ അവകാശിയാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് എഴുതാതിരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഈ പുസ്തകവും വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തകമല്ല, അതുകൊണ്ടൊരു നവാഗത എഴുത്തുകാരനൊന്നുമല്ല. ഇനിയും ആളുകൾ സംസാരിക്കാനുണ്ട്, രേഖയ്ക്ക് പുസ്തകം അവതരിപ്പിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. വളരെ പിന്നെ ഈ ഓണാട്ടുകര ഭാഷയുടെ ഒരു നേർമയും അതിൻ്റെ ഒരു സുഖവുമുണ്ട്. അത് പൂർണ്ണമായും ഈ പുസ്തകത്തിലുണ്ട്. വളരെ ലളിതമായി നമുക്ക് വായിച്ചു പോകാം, യാതൊരു സങ്കീർണതയുമില്ല. പക്ഷേ പുസ്തകം മടക്കി വെച്ചതിന് ശേഷം നമുക്ക് ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ MLA പറഞ്ഞതുപോലെ ആ കഥ അങ്ങ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് പിന്നെ കഥയുടെ ആലോചന തുടങ്ങുന്നത്. അങ്ങനെ ആലോചന തുടങ്ങാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന കഥകളാണ് അദ്ദേഹത്തിൻ്റെത്. അലസമായി വായിക്കാൻ സാധിക്കില്ല. ലളിതമായി വായിക്കാമെങ്കിലും അലസമായി വായിക്കാൻ സാധിക്കില്ല. നമ്മുടെ മനസ്സിനെ വായനയ്ക്ക് ശേഷവും അലോസരപ്പെടുത്തുകയും പ്രകോപിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന
കഥകളാണിത്. നിങ്ങൾക്കെല്ലാം നമ്മുടെ ഒരു സാംസ്കാരിക മണ്ഡലത്തിലേക്ക് ഇത് സംഭാവന ചെയ്ത അജയൻ ചേട്ടനെ അഭിനന്ദിക്കുന്നു, അദ്ദേഹത്തോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. പുസ്തക പരിചയം നടത്തുന്നതിന് വേണ്ടി ശ്രീമതി രേഖാർത്താങ്കളെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ മനോജ് സി ശേഖർ, പ്രകാശനം നിർവഹിച്ച ശ്രീ എം വിൻസെൻ്റ് MLA, പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ B അഭിരാജ്, സ്വാഗതം ആശംസിച്ച ഹരിതം ബുക്സിൻ്റെ സാരഥി ശ്രീ പ്രതാപൻ ദയാട്ട്, മറ്റ് വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. ഞാൻ നമ്മുടെ രചയിതാവിൻ്റെ കഥാകൃത്തിൻ്റെ പുസ്തകം അവതരിപ്പിക്കാമെന്ന് ഏറ്റിരുന്നത് ആകാശവാണി മുൻ പ്രോഗ്രാം എക്സിക്യൂട്ടീവായ ശ്രീ മുരളീധരൻ തഴക്കരയായിരുന്നു. അദ്ദേഹത്തിന് ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട്, അദ്ദേഹം സ്ഥലത്തില്ല, പുറത്തു പോയിരിക്കുകയാണ്. ഫ്ലൈറ്റ് മിസ്സായതുകൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതിൻ്റെ പകരക്കാരിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ 4ാമത്തെ പുസ്തകമാണിത്. ആദ്യത്തെ 3 പുസ്തകങ്ങളുടെയും വായനയിലൂടെ കടന്നുപോയപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ഒരു അതിശയം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ തലക്കെട്ടുകൾ. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും നമുക്കറിയാം ഒരു പേരിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഓരോരുത്തരും അവരവരുടെ പേരിനെ ഐഡൻറ്റിറ്റിയായി തന്നെ കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ പുസ്തകത്തിൻ്റെ ഐഡൻറ്റിറ്റി കൂടിയാണ് അതിൻ്റെ പേര്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ 3 പുസ്തകങ്ങളുടെയും തലക്കെട്ടുകൾ എന്നെ വിസ്മയിപ്പിച്ചവയാണ്. മക്കിക്കല്ല് എന്നായിരുന്നു ആദ്യ പുസ്തകത്തിൻ്റെ പേര്, 2ാമത്തേത് ശമനി, 3ാമത്തേത് കൂരിയാറ്റ, ഇപ്പോൾ 4ാമത്തെ കഥാസമാഹാരം ജോക്കോയ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അതിനകത്തൊരു വ്യത്യസ്തത എനിക്ക് വായന തുടങ്ങുമ്പം തന്നെ ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ വായനയിലൂടെ കടന്നുപോയപ്പോൾ ഇവിടെ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ എം വിൻസെൻ്റ് MLAയും SIT ഡയറക്ടർ ശ്രീ അഭിരാജും ഒക്കെ അതിനെക്കുറിച്ച് വളരെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. 22 കഥകളാണുള്ളത്. അതിലെ ഒരു കഥയാണ് ജക്കോയ്. അത് ഈ പുസ്തകത്തിൻ്റെ നാമമായി സ്വീകരിച്ചിരിക്കുന്നു. അത് ആസാമിലെ ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട്, ഒരാചാരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വസ്തുനാമമാണ്. അപ്പം അതിനെ നൂറിനാടിൻ്റെ പരിസരവുമായി ബന്ധിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളിടത്താണ് കഥാകൃത്തിൻ്റെ പ്രസക്തി. വേറൊരു നാട്ടിലെ ആചാരവുമായി ബന്ധപ്പെട്ടതിനെ പ്രത്യേകിച്ചും നൂറിനാട് അജയൻ്റെ കഥകളിൽ അജയൻ പേരിനോടൊപ്പം നൂറിനാട് വെച്ചിരിക്കുന്നത് പേരിന് ഐഡൻറ്റിറ്റി വരുത്താൻ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതവും അതുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്ക് ഈ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടെത്താൻ കഴിയും. നൂറിനാടിൻ്റെ ഗ്രാമീണ ജീവിതവുമായി, ഗ്രാമീണ ഭാഷയുമായി, വെറും നാട്ടിൻ പുറത്തുകാരുടെ നർമ്മങ്ങളുമായി ഒക്കെ വളരെ അലിഞ്ഞു ചേർന്നിരിക്കുന്ന കഥകളാണ് ഈ പുസ്തകത്തിലുള്ളതെല്ലാം. അപ്പോൾ ഈ ജക്കോയി എന്ന് പറയുന്ന പേരിലൂടെ അത് നൂറിനാട്ടേക്ക് കൊണ്ടുവന്ന് ഒരു നൂറിനാടൻ പരിസരവുമായി ബന്ധപ്പെടുത്തി അവതരിപ്പിക്കുന്ന രീതിയാണ് കഥയിലുള്ളത്. പിന്നെ ഇവിടെ എനിക്ക് മുമ്പ് പറഞ്ഞവരെല്ലാം ഓണാട്ടുകരയുടെ തട്ടി വീണാൽ എഴുത്തുകാരെയാണ് തട്ടുന്നത് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥാവിശേഷം, പുസ്തകത്തിൻ്റെ ഒരു എഴുത്തിൻ്റെ ഒരു മലവെള്ളപ്പാച്ചിൽ, അത് ഇന്ന് ഓണാട്ടുകരയിൽ മാത്രമാണോ എന്ന് തോന്നുന്നില്ല. ഇന്ന് എല്ലായിടവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാം ജനകീയമായതുപോലെ എഴുത്തും ജനകീയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഓണാട്ടുകരക്കാർക്ക് ഈ പറഞ്ഞ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ അവകാശമുണ്ടെന്ന് നിരന്തരം ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവിടെ സ്വാഭാവികമായും കൂടുതലുണ്ടായേക്കാം. എന്തായാലും ഓണാട്ടുകരയുടെ ഭാഷ ഈ അജയൻ്റെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ, അതായത് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്തിരുന്നുകൊണ്ട് അല്ലെ അടുക്കളപ്പുറത്തിരുന്നുകൊണ്ട് പറയുന്ന സാധാരണ ജീവിതത്തിൻ്റെ കുശുമ്പും അസൂയയും പരദൂഷണവും അങ്ങനെയൊക്കെ ഇതിനെയൊന്നും ഒഴിച്ചു നിർത്തിയിട്ട് ജീവിതം ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ പോലും കഥയുണ്ട്. അന്തസംഘർഷങ്ങളുടെ കഥകളൊക്കെ വായിച്ച് വായനയുടെ വഴിയിലെത്തിയവരാണ് മലയാളികൾ. അവിടെ ഏറ്റവും ഉപരിതലത്തിൽ പോലും കഥ നിർമ്മിക്കാൻ കഴിയുന്നു എന്നുള്ളത് കഥാകൃത്തിൻ്റെ പ്രത്യേകതയാണ്. അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. സമയം അതിക്രമിച്ചിരിക്കുന്നു. എന്തായാലും 22 കഥകളാണുള്ളത്.
അദ്ദേഹത്തിൻ്റെ ഇനിയും ഈ പറയുന്നത് പോലെ അതൊക്കെ എനിക്ക് മുൻപ് പറഞ്ഞവർ പറഞ്ഞു കഴിഞ്ഞു. അനുഭവ സമ്പത്ത് കൊണ്ട് പല മേഖലയിൽ പ്രവർത്തിച്ചുള്ള അനുഭവ സമ്പത്ത്, ഇപ്പോഴും സജീവമായി രാഷ്ട്രീയത്തിലും സാംസ്കാരിക പ്രവർത്തകനും ആയതുകൊണ്ട് കിട്ടുന്ന അനുഭവ സമ്പത്ത്, അതൊക്കെ എഴുത്തിലേക്ക് കടന്നു വരട്ടെ, കൂടുതൽ എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. മറുവാക്ക് പറയുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ശ്രീ മോഹൻകുമാർ ഏട്ടനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്ന മനോജ് സി ശേഖർ, പുസ്തക പ്രകാശനം നിർവഹിച്ച ബഹുമാന്യനായ MLA എം വിൻസെൻ്റ് അവറുകൾ, പുസ്തകത്തെ പരിചയപ്പെടുത്തിയ രേഖാർത്ഥങ്ങൾ, മറ്റ് പുസ്തകം ഏറ്റുവാങ്ങിയ സമയം അതിക്രമിച്ചുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. എൻ്റെ സുഹൃത്തും രാഷ്ട്രീയത്തിലും സാഹിത്യത്തിലും ഒക്കെ വ്യക്തിത്വം പതിപ്പിച്ച ഞങ്ങളുടെ നാട്ടുകാരൻ കൂടിയായ ശ്രീ അജയൻ നൂർനാടിൻ്റെ 4ാമത്തെ ചെറുകഥാ സമാഹരണമാണ് ഇന്നിവിടെ പ്രകാശനം നിർവഹിച്ച്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. എല്ലാവരും ഈ പുസ്തകം വായിക്കണം, അദ്ദേഹത്തിന് എല്ലാ സപ്പോർട്ടുകളും കൊടുക്കണം. ഇനിയും കൂടുതൽ എഴുതാൻ ജഗദീശൻ അദ്ദേഹം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദിയും മറുവാക്കും ഒന്നിച്ച് ശ്രീ അജയൻ സാറ് പറയും. ശ്രീ അജയൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട യോഗത്തിൻ്റെ അധ്യക്ഷൻ, പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തകനുമായ ശ്രീ മനോജ് സി ശേഖർ, ഈ പുസ്തകം പ്രകാശനം ചെയ്തത് കോവളത്തിൻ്റെ പ്രിയപ്പെട്ട MLA ശ്രീ M വിൻസെൻ്റ് അവറുകളാണ്. ഈ പുസ്തകം ഏറ്റുവാങ്ങിയത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കുടുംബ സുഹൃത്തു കൂടിയായ ശ്രീ അഭിരാജ് സാറാണ്. മറ്റ് ഈ ഇരിക്കുന്നവരും ഈ പ്രിയപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു പറഞ്ഞത് നിങ്ങൾ നേരിട്ട് ഒന്ന് അനുഭവിക്കുന്ന ആ പുസ്തകം ഒന്ന് വായിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയാം. ഞാൻ അതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ശരിയല്ല, എങ്കിലും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഈ ചില ആൾക്കാർ പറയും പുസ്തകങ്ങൾ എഴുതുന്നവർ ഉള്ളിൽ തട്ടി എഴുതണമെന്ന് പറയും, ഉള്ളിൽ നിന്ന് വരുന്നത് എഴുതണമെന്ന് പറയും. ഞാൻ ഉള്ളിൽ വരുന്നതാണ് സാഹിത്യം എന്ന് പറയും. അതെന്താ അങ്ങനെ പറയുന്നത് എനിക്കറിയാൻ വയ്യ. ഞാൻ പുറത്തു നിന്നുള്ള കാര്യങ്ങളാണ് അകത്തേക്കെടുത്ത് എൻ്റേതായ ഒരു സാഹിത്യമെങ്കിൽ സാഹിത്യം, കഥകളെങ്കിൽ കഥ, അങ്ങനെ ഒരു രൂപപ്പെടുത്തിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത്. തീർച്ചയായിട്ടും അതിലോരോ കഥയിലും എനിക്ക് അനുഭവപ്പെട്ടുള്ള ജീവിത അനുഭവങ്ങളുടെ ഓരോ ഒരു വാക്കാകാം ഒരു കഥയായി മാറുന്നത്, ഒരു സങ്കടമാകാം, ഒരു സന്തോഷമാകാം, അതല്ലെങ്കിൽ നടക്കാൻ പാടില്ലെന്ന് തോന്നുന്ന ചില കാര്യങ്ങളാകാം. ഇതൊക്കെ അത്തരത്തിലൂടെ ഓരോ കഥകളായിട്ടാണ് എൻ്റെ കഥകളിലൂടെ ജനിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നന്മയും തിന്മയും ഒക്കെ തീരുമാനിക്കേണ്ടത് അത് വായിക്കുന്നവരാണ്. എനിക്ക് അതിനെക്കുറിച്ച് ഒറ്റ അക്ഷരം പോലും കൂടുതൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാനുള്ള അർഹതയില്ല. പറയേണ്ടത് നിങ്ങളാണ്, വായിക്കേണ്ടവരാണ് അതിനെക്കുറിച്ച് വിലയിരുത്തേണ്ടത് എന്ന് മാത്രമാണ് എനിക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ 4ാമത്തെ കഥാ സമാഹാരമാണിത്. വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് ഉള്ളതുകൊണ്ടായിരിക്കാം അത്തരം കാര്യങ്ങളൊക്കെ എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത്. ഇനിയിപ്പോൾ 2 പുസ്തകങ്ങൾ കൂടി ഈ സത്യത്തിൻ്റെ ഇന്ന് പ്രകാശനം നടക്കേണ്ട ഒരു പുസ്തകം കൂടി ഉണ്ടായിരുന്നു. അത് ഉണ്മ പബ്ലിക്കേഷൻ്റെ പേരിൽ, അത് കഥയല്ല, അതെൻ്റെ ജീവിത അനുഭവങ്ങളാണ്. അതിൽ ഞാനുമായി ബന്ധപ്പെട്ട ഒരു സമൂഹം തന്നെ ആ പുസ്തകത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ആ പുസ്തകം ചില സാങ്കേതിക കാരണങ്ങളാൽ ഇവിടെ രജിസ്റ്റർ ചെയ്യാൻ താമസിച്ചു പോയതുകൊണ്ട് ആ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞില്ല. ആ പുസ്തകത്തിൻ്റെ പേര് സിക്താണ്ഡം എന്നാണ്. സിക്താണ്ഡം അത് എൻ്റെ 5ാമത്തെ പുസ്തകമാണ്. 6ാമത്തെ പുസ്തകം ശ്രീ ചുനക്കര ജനാർദ്ദനൻ നായർ സാഹിത്യ രംഗത്ത് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനിലൂടെ തീർന്നു കഴിഞ്ഞിരിക്കുന്ന. അപ്പം ഞാൻ ഇത് പറഞ്ഞത് 4 പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്തെങ്കിലും 2 പുസ്തകം പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രംഗത്ത് ജീവൻ ഉള്ളിടത്തോളം കാലം എഴുതാൻ പറ്റുന്നിടത്തോളം അത്തരമായ അനുഭവങ്ങൾ വെച്ചുകൊണ്ട്
കഥാപുസ്തകങ്ങളും കഥയും കൊച്ചു കൊച്ചു കവിതകളുമൊക്കെ ആയിട്ട് പുറത്തു വരും എന്നുള്ള ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ എൻ്റെ ഈ പുസ്തകം സമർപ്പിക്കുകയാണ്. നിങ്ങളെല്ലാവരും ആ പുസ്തകം ഹരിതം ബുക്സിൽ ഉണ്ട്. ഹരിതം ബുക്സിൽ നിന്ന് വായിക്കണം. മറ്റു 3 പുസ്തകങ്ങൾ ഇവിടെ തന്നെയുള്ള ഉണ്മ പബ്ലിക്കേഷൻസിലുണ്ട്. എൻ്റെ മക്കിക്കല്ലും ശബനിയും കൂരിയാറ്റായും. ഈ പുസ്തകം കോഴിക്കോട് പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്തായ ശ്രീ പ്രതാപൻ ചേട്ടനാണ് ആ പുസ്തകം ഇറക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് എല്ലാവർക്കും, ഞാൻ സമയക്കുറവായതുകൊണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്ന ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എൻ്റെ അകമിഴഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.